സങ്കീർത്തനം 35. കർത്താവേ, എന്നിൽ കുറ്റമാരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ. എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ. കവചവും പരിചയും ധരിച്ചെന്റെ സഹായത്തിനു വരേണമേ. എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്തു തടയണമേ. ഞാനാണു നിന്റെ രക്ഷയെന്നെന്റെ പ്രാണനോടരുളി ചെയ്യണമേ. എന്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അപമാനിതരും ആക്കണമേ. എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ചു പിന്തിരിയട്ടെ. അവരെ കർത്താവിന്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ. അവർ കാറ്റിൽ പെട്ട പതിരുപോലെയാകട്ടെ. കർത്താവിന്റെ ദൂതൻ അവരെ അനുധാവനം ചെയ്യട്ടെ. അവരുടെ വഴി അന്ധകാരപൂർണവും തെന്നി വീഴുന്നതുമാകട്ടെ. അകാരണമായവർ എനിക്കു വല വിരിച്ചു. കാരണം കൂടാതവർ എന്നെ വീഴ്ത്താൻ കുഴി കുഴിച്ചു. അപ്രതീക്ഷിതമായി നാശം അവരുടെ മേൽ പതിക്കട്ടെ. തങ്ങൾ വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങട്ടെ. അവർ അതിൽ വീണു നശിക്കട്ടെ. അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും, അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ചുല്ലസിക്കും. കർത്താവേ, എന്റെ അസ്ഥികൾ പ്രഘോഷിക്കും. അങ്ങേക്കു തുല്യനായ ആരുണ്ട്? ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു. നീചസാക്ഷികൾ എഴുന്നേൽക്കുന്നു. ഞാനറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു. നന്മയ്ക്കു പ്രതിഫലമായവർ എനിക്കു തിന്മ തരുന്നു. ഞാൻ നിസ്സഹായനായിരിക്കുന്നു, നിസ്സഹായനായിരിക്കുന്നു. എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ചാത്മപീഡനമേറ്റു. ശിരസു നമിച്ചു ഞാൻ പ്രാർത്ഥിച്ചു. സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്തു ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയെ ഓർത്തു വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ടു തല കുനിച്ചു നടന്നു. എന്നാൽ അവർ എന്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു. ഞാനറിയാത്ത മുടന്തന്മാർ നിർത്താതെന്നെ പരിഹസിച്ചു. അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു, എന്റെ നേരെ പല്ലിറുമ്മി. കർത്താവേ, അങ്ങെത്ര നാളിതു നോക്കി നിൽക്കും? അവരുടെ ആക്രമണങ്ങളിൽ നിന്നെന്നെ രക്ഷിക്കേണമേ. ഈ സിംഹങ്ങളിൽ നിന്നെന്റെ ജീവനെ രക്ഷിക്കേണമേ. അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്കു നന്ദി പ്രകാശിപ്പിക്കും.
ജനസമൂഹത്തിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും. വഞ്ചകരായ എന്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാനിടയാക്കരുതേ. അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാനിടയാക്കരുതേ. അവർ സമാധാനത്തെ പറ്റി സംസാരിക്കുന്നില്ല. ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു. അവർ എന്റെ നേരെ വായ് പിളർന്നിരിക്കുന്നു. ഹായ്, ഞങ്ങളതു നേരിൽ കണ്ടു എന്നവർ പറയുന്നു. കർത്താവേ, അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ. അവിടുന്ന് മൗനമായിരിക്കരുതേ. കർത്താവേ, എന്നിൽ നിന്നകന്നിരിക്കരുതേ. എന്റെ ദൈവമായ കർത്താവേ, എനിക്കു നീതി നടത്തിത്തരാൻ ഉണർന്നെഴുന്നേൽക്കണമേ. എന്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ നീതിക്കൊത്ത് എനിക്കു നീതി നടത്തിത്തരണമേ. അവർ എന്റെ മേൽ വിജയം ആഘോഷിക്കാനിടയാക്കരുതേ. ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെന്ന് അവർ പറയാതിരിക്കട്ടെ. ഞങ്ങൾ അവനെ വിഴുങ്ങിയെന്നവർ വീമ്പിളക്കാതിരിക്കട്ടെ. എന്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ചു സംഭ്രമിക്കട്ടെ. എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പൊതിയട്ടെ. എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ചാർപ്പിടട്ടെ. തന്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്നവർ എന്നും പറയുമാറാകട്ടെ. അപ്പോൾ എന്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും. കർത്താവേ, എന്നിൽ കുറ്റമാരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ. എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ. കവചവും പരിചയും ധരിച്ചെന്റെ സഹായത്തിനു വരേണമേ.